നമസ്കാരം. ഷെക്കേന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. വിശ്വാസത്തിന്റെ ജീവിത വഴികളിൽ ഒരുമിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് ദാമ്പത്യമെന്ന അതിസുന്ദരമായിട്ടുള്ള ദൈവിക പദ്ധതിയിൽ ഇരുകരങ്ങളും ചേർത്ത് ജീവിതയാത്ര തുടങ്ങുന്നവരാണ് നമ്മളുടെ ദമ്പതികൾ. എന്നാൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, നവമാധ്യമങ്ങളുടെ സ്വാധീനങ്ങൾക്കിടയിൽ, ചുറ്റുമുള്ള സാമൂഹിക അന്തരീക്ഷങ്ങളുടെ പ്രലോഭനങ്ങൾക്കിടയിൽ പലപ്പോഴും വിശ്വാസ വഴികളിൽ നമ്മളുടെ യുവദമ്പതികൾക്ക് വല്ലാത്ത വിധം കാലിടറുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന പല സംഭവങ്ങളും നമ്മളുടെയൊക്കെ പരിസരത്ത് നിന്ന്, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരുടെ കുടുംബങ്ങളിൽ പോലും അത്തരത്തിലുള്ള അനേകം കഥകൾ പറയാനുണ്ടാകും. എന്താണ് നമുക്ക് സംഭവിച്ചത്? 12ാം ക്ലാസ് വരെ വിശ്വാസ ജീവിത പരിശീലന ക്ലാസ്സുകളിൽ പോയ, ജനിച്ച കാലം തൊട്ട് വിശുദ്ധ കുരിശു വരച്ച് ഈശോയെ ചേർത്തു പിടിച്ച് പരിശുദ്ധ ജപമാല ചൊല്ലി കൂദാശകളിൽ പങ്കെടുത്ത മനുഷ്യർ വിവാഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, അതിനുശേഷമുള്ള ജീവിതയാത്രയിൽ, കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാത്രയിൽ സഞ്ചരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ വിശ്വാസ വഴികളിൽ നമുക്ക് കാലിടറുന്നത്? കാലിടറുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള സമയമായില്ലേ? അത് എങ്ങനെ സാധ്യമാകും? ഈ വിഷയമാണ് ഇന്ന് ഷെക്കേന ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംവദിക്കുന്നതിൻ്റെ കൂടെയുള്ളത് ഡോക്ടർ സെമിച്ചൻ ജോസഫ്. അദ്ദേഹം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, ഒപ്പം സിറോ മലബാർ സഭയുടെ സ്പോക്സ് പേഴ്സണും എഴുത്തുകാരിയും സാമൂഹിക നിരീക്ഷകയും സാമ്പത്തിക കാര്യങ്ങളിൽ ധാരാളം വിഷയങ്ങളിൽ സമഗ്രമായി ഇടപെടുകയും ചെയ്യുന്ന ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. സെമിച്ചൻ, നമ്മൾ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ ധാരാളം കഥകളിൽ നിന്നായിരിക്കും നമ്മൾ ഇതിലേക്ക് വരിക, അല്ലേ? പലപ്പോഴും വളരെ പ്രയർഫുള്ളായിട്ട് വിശ്വാസത്തിൻ്റെയൊക്കെ വലിയ തലങ്ങളിൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന പലരും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും കാലിടറുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ഘടകം വരാറുണ്ട്, അല്ലേ? നമുക്കറിയാം, ഇപ്പം യൂത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് യങ് കപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ കല്യാണത്തിൻ്റെ ആ ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം, നമ്മൾ ഈ വിവാഹ ഒരുക്ക സെമിനാറിനൊക്കെ പോകുന്ന ആ ഒരു ഘട്ടം, അതിനുശേഷമൊക്കെ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നവരെയുള്ള ആ ഒരു സമയത്തെ പ്രാർത്ഥനാപൂർവമായ ഒരു കാത്തിരിപ്പ്, അതിനുശേഷം കല്യാണം നടക്കുന്നു, അവിടെയും അതിശക്തമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു ദൈവിക അനുഭവം, അതൊരു കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തീക്ഷ്ണത പലപ്പോഴും കുടുംബങ്ങളിൽ മിസ്സാകുന്നുണ്ടോ എന്നൊരു സന്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ചർച്ച തുടങ്ങുക. ഒരുപക്ഷെ അത് ജോലി തിരക്കുകളാകാം, ഒരു ഘട്ടത്തിൽ മക്കൾ കുടുംബങ്ങളിലേക്ക് എത്തുന്നു, അവരെ നോക്കേണ്ട സാഹചര്യങ്ങൾ, ആരോഗ്യ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ആരോഗ്യ പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ വിശ്വാസം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യം, വലിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടായിരുന്ന കുട്ടികൾ സന്ധ്യാപ്രാർത്ഥന പോലും മിസ്സാകുന്നത്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നതാണല്ലോ. ഇതൊരു പ്രതിസന്ധി തന്നെയാണല്ലോ. എങ്ങനെയാണ് ഇതിനെ കാണുക? നിതിൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വിശ്വാസ പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതര സമുദായങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് കേരള സഭയ്ക്ക് ഈ കാര്യത്തിൽ വലിയ അഭിമാനകരമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. പ്രീക്യാനെ കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലേ? നമ്മളുടെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഒരു സമൂഹം എന്ന നിലയിൽ രണ്ട് വ്യക്തികളുടെ കൂട്ടായ്മേനേക്കാൾ അപ്പുറത്തേക്ക് രണ്ട് കുടുംബങ്ങളുടെ ഒന്നുചേരലായിട്ട് വിവാഹത്തെ കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു പരിശീലനത്തിന്റെ ഒരു വ്യാപ്തി കുറച്ച് കഴിയുമ്പോൾ, നിതിൻ പറഞ്ഞതുപോലെ തന്നെ, ഒരു ഘട്ടം പിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ, പ്രവേശിക്കുമ്പോൾ, ജീവിതത്തിന്റെ ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, ഈ ദാമ്പത്യത്തിലെ പ്രണയം, ആ വാക്ക് പറയാനാണ് എനിക്കിഷ്ടം. ദാമ്പത്യത്തിലെ പ്രണയം അല്പം അല്പമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്നതായിട്ട് കാണുന്നു. കൗൺസിലിംഗ് മുറിയിൽ നിരവധി കപ്പിൾസ് ഈ അടുത്ത കാലത്തൊക്കെ വരുന്നുണ്ട്.
ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇവർ നമ്മളോട് സംവദിക്കുമ്പോൾ പലപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ ചിരിയാ വരിക. കാരണം വളരെ ചെറിയ അഡ്ജസ്റ്റ്മെന്റൽ ഇഷ്യൂസിന്റെ പേരിൽ പോലും ഒരു പക്ഷേ ഡൈവോഴ്സിന്റെ വക്കിലേക്ക് വരെയൊക്കെ എത്തിച്ചേരാമായിരുന്ന കേസുകൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുകയുണ്ടായി. അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ദാമ്പത്യത്തിലെ പ്രണയം എന്ന സങ്കല്പം അത് നമ്മൾ നമ്മുടെ തുടർ പരിശീലന പരിപാടികളായിട്ട് പ്രീക്കാനയ്ക്ക് ഒരു ഫോളോ അപ്പ് പോലെ വീണ്ടും വീണ്ടും പരിശീലനം കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ പരിശീലനം എടുത്തു നോക്കാം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വർഷങ്ങൾ നീണ്ട ഒരു പരിശീലനത്തിന് ശേഷമാണ് ഈ ഒരു ജീവിതാന്തസ്സിലേക്ക് അവർ പ്രവേശിക്കുക. നമ്മളോ എങ്ങനെയാണ് ഒരു ഒരു അൽമായര് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബ്ലെസ്ഡ് ആണ്, നമ്മൾ ആ മേഖലയിൽ അല്പമെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്ര മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആകെ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു കോഴ്സ്, അതിനപ്പുറത്തേക്ക് വലിയ ഒരുക്കങ്ങൾ, ഭൗതികമായ വലിയ ഒരുക്കങ്ങൾ അല്ലെ, മേക്കപ്പ് ഇടാൻ പോകുന്നു, ഫോട്ടോ പിടിക്കുന്നു അല്ലെ, സേവ് ദ ഡേറ്റ്, റീൽസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ ഒന്നും കുറ്റപ്പെടുത്തുന്ന ആളല്ല. അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം നമ്മൾ ജീവിതത്തിന്റെ ആ ഒരു സന്തോഷങ്ങളൊക്കെ നുകർന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന അത് നല്ലതാണ്. പക്ഷെ ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള ഈ പ്രണയം, ആ പ്രണയ സങ്കല്പം അത് കുറച്ചും കൂടി ദൃഢമാകണം. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഉറക്കെ പറയാനായിട്ട് നമ്മൾ മടി കാണിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് സഭാ സമൂഹങ്ങളും നമ്മളെപ്പോലുള്ള വ്യക്തികളും ഒക്കെ അത്തരം കാര്യങ്ങൾ ഉറക്കെ പറയാൻ, മടി കൂടാതെ പറയാൻ ശ്രമിക്കണമെന്ന് പറയാം. ഞാനൊരു ചെറിയ കാര്യം കൂടി ഒന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക്. കഴിഞ്ഞ ദിവസം കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സെമിനാറിന് ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയം ഉണ്ടായിരുന്നു. കപ്പിൾസ് ആയിട്ട് വന്നിട്ടുള്ളവരോടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി 8 കപ്പിൾസ് ഉണ്ടായിരുന്നേ. ഞാൻ അവരെ മുന്നോട്ട് വിളിച്ച്, സ്റ്റേജിന്റെ മുന്നോട്ട് വിളിച്ച് പരസ്പരം ഒന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞു. ചിലർ അല്പസ്വല്പം നാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഹഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നെറുകയിൽ ഒരു മുത്തം കൊടുക്കാവോ എന്ന് ചോദിച്ചു. ആ പള്ളിയകത്ത് അവിടെ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പുഷ്പങ്ങളാണ്. മനോഹരമായ ഒരു 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 സീനായിരുന്നു അത്, കണ്ടിരുന്നവർക്കും അവർക്ക് തന്നെയും. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞൊക്കെ എൻ്റെ അടുത്ത് കാണാനായിട്ട് പേഴ്സണലായിട്ടൊക്കെ 1-2 അവരൊക്കെ വന്ന് പറഞ്ഞു, വലിയൊരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പാരൻസിനോട് അതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ തമ്മിൽ ശണ്ട കൂടുന്നതും ഇടി കൂടുന്നതും വഴക്ക് കൂടുന്നതും തർക്കിക്കുന്നതും ഒക്കെ കണ്ടാണ് മക്കൾ വളരുന്നത്. ഇവരുടെ പ്രണയം, ഇവരുടെ സ്നേഹം, ഇവരുടെ ഈ ഇഴുകിച്ചേരലുകൾ, ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല. അപ്പോ ആ ഒരു കുടുംബ അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നത് ദാമ്പത്യത്തിലെ പ്രണയമാണ്. അത് വളരെ സുന്ദരമായൊരു കാഴ്ചപ്പാടാണ്. അത് വിശ്വാസ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരു പരിധി വരെ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി, അതിനുള്ള പരിഹാരം അദ്ദേഹം പറഞ്ഞു. പ്രശ്നത്തിലേക്ക് വരാം. വിശ്വാസം എന്നതിന് ബൈബിൾ നൽകുന്ന ഏക നിർവചനം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 11-ാം അധ്യായം 1-ാം വാക്യമാണ്. ദ ഓൺലി ഡെഫിനിഷൻ ഇൻ ദ ബൈബിൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടോ എന്ന ബോധ്യവുമാണ്. 2 വാക്കുകൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയ്ത്ത് ഈസ് എൻ അഷുറൻസ്, ഫെയ്ത്ത് ഈസ് എ കൺവിക്ഷൻ. ഇതൊരു ഉറപ്പാണ്, ഇതൊരു ബോധ്യമാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന യുവദമ്പതികൾക്കുണ്ടാകേണ്ട ഒരു ഉറപ്പിൻ്റെയും ബോധ്യത്തിൻ്റെയും തലമാണ് വിശ്വാസം. 3 are getting married, ഫുൾട്ടൻ ഷീനിൻ്റെ ഒരു ബുക്കിൻ്റെ പേരാണല്ലോ. ആ ഒരു ബോധ്യം, ഒരു ഉറപ്പ് ഇത് ഉണ്ടാകണം എന്നുള്ളത്. ഈ ഉറപ്പും ബോധ്യവുമാണ് ഒരു കൗദാശിക വിവാഹത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? അധരങ്ങളിലൂടെയുള്ള വിശ്വാസ പ്രഘോഷണം വീട്ടിൽ നടക്കുന്നില്ല. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് ഒരപ്പൻ മകനോട് പറഞ്ഞപ്പോഴാണ് ആ അപ്പൻ വിശ്വാസികളുടെ പിതാവായത്. ഞാൻ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് മനസ്സിലായി തുടങ്ങി. അധരങ്ങളിലൂടെയുള്ള പ്രഘോഷണം വീട്ടിൽ നടക്കണം. ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ ചോദിച്ചല്ലോ, 12-ാം ക്ലാസ് വരെ കാറ്റഗീസം ഒക്കെ പഠിച്ച്, കാറ്റഗീസം തിയററ്റിക്കൽ നോളജാണ്, ഇൻ്റലക്ച്വൽ നോളജാണ്. അത് ബ്രെയിനിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അത് പ്രാക്ടിക്കൽ ആവുകയുള്ളൂ. നമ്മുടെ പ്രശ്നമേ, നമ്മളിത് ഇറങ്ങിയവര് ഇതിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ ആണല്ലോ അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വിശ്വാസത്തിലുള്ള ഒരു അള്ളിപ്പിടുത്തമുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തിൽ സംസാരിക്കാൻ പഠിക്കണം. ഈ വിഷയം ഈ പ്രീക്കാനെ കുറിച്ചൊക്കെ നമ്മുടെ സെമിച്ചൻ ഇപ്പം പറഞ്ഞല്ല, ഈ പ്രീക്കാനയ്ക്ക് സ്ഥിരമായി ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ വിഷയം ഫാമിലി ബഡ്ജറ്റാണ്. നമുക്കറിയാം ഈ 3 ദിവസത്തേക്ക് വന്നിരിക്കുന്നവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം പേര് 70%. ഓക്കെ. അപ്പൊ ഈ ഫാമിലി ബഡ്ജറ്റ് എന്നൊക്കെയുള്ള ഒരു വിഷയം, പ്രത്യേകിച്ച് എക്കണോമിക്സ്, ഞാനിങ്ങനെ കോളം വരച്ച് വരുമാനം, കടം, സമ്പാദ്യം ഇങ്ങനെയൊക്കെയുള്ള കോളമൊക്കെ വരച്ച് ഞാൻ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഈ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കോഴ്സ് ഒന്ന് തീരണം, സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടണം, കല്യാണം കഴിക്കണം. കോഴ്സ് കഴിഞ്ഞിട്ട് ചില രൂപതകളിലെങ്കിലും മാരേജ് എൻറിച്ച്മെന്റ് സെമിനാറുകളുണ്ട്, വിവാഹ പോഷക സെമിനാറുകൾ. അതായത് വിവാഹം കഴിഞ്ഞ് 10 വർഷമായവർ ഒന്നിച്ചു കൂട്ടും. പിന്നെ ചില രൂപതകളിൽ ജൂബിലേറിയൻസ് മീറ്റ് ഉണ്ട്, വിവാഹത്തിന്റെ 25ാം വർഷം ആഘോഷിക്കുന്ന. അപ്പൊ ഇതൊക്കെ ഈ വിശ്വാസ പ്രതിസന്ധി പരിഹരിക്കാൻ സഭയെടുക്കുന്ന എളിയ ശ്രമങ്ങൾ മാത്രമാണ്. പക്ഷെ പ്രശ്നത്തിന്റെ ബാഹുല്യത്തിന്റെ മുമ്പിൽ ഈ ശ്രമങ്ങളൊന്നും പര്യാപ്തമല്ല. എന്താണ് ശരിക്കും ഒരു വിശ്വാസ പ്രതിസന്ധി? അതാണ് നമ്മളുടെ ചർച്ച. ഡിസിഷൻസ്, ഈ പറഞ്ഞ അഷുറൻസും കൺവിക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലെ ചെറുതും വലുതുമായ ഡിസിഷൻസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ മക്കളുണ്ടാകുന്നു, മക്കളെ വളർത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചെലവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റ് കാര്യങ്ങൾ, കൂട്ടുകുടുംബത്തിൽ നിൽക്കണോ, മാറി താമസിക്കണമോ, അല്ലെങ്കിൽ ഈ ജോലി തിരഞ്ഞെടുക്കണമോ, ഇത് വേണമോ, രണ്ടുപേരും ജോലിക്ക് പോകണമോ, ഇതൊക്കെ ചെറുതെന്നല്ല സങ്കീർണമായ ദാമ്പത്യ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതെല്ലാം വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ വിശ്വാസത്തിൽ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, ദൈവം നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച്. ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പ്രണയത്തിൽ ഒരു പ്രാർത്ഥനയിലും വിശ്വാസത്തിലെ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇവർ പരസ്പരം കൈകോർത്ത് പിടിച്ച് അവർക്ക് ഒന്നിച്ച് ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും, ഒരു സ്വർഗസ്നായ പിതാവെങ്കിലും കരങ്ങൾ കോർത്ത് പിടിച്ച് ഇവർക്ക് പബ്ലിക്കായിട്ട് എല്ലാ ദിവസവും ഇപ്പൊ നമ്മള് തോബിത്തിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നല്ലോ, ആദ്യ രാത്രി തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം എല്ലാ ദിവസവും പരസ്പരം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാറുക, ഭാര്യ ഭർത്താവായി മാറുക. കുടുംബ പ്രാർത്ഥന കൂടാതെയാണ് ഞാനീ പറയണത്. കുടുംബ പ്രാർത്ഥനയല്ല ഞാനീ പറഞ്ഞു വരുന്നത്, ഈ ദമ്പതികൾ മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ പറയണത്. അത് അവരുടെ ബെഡ്റൂമിൽ പ്രണയത്തിൻ്റെ അവിടെ പ്രാർത്ഥന കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു ദൈവാശ്രയം വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പലരുടെയും ദാമ്പത്യം പോകുന്നത്. പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നുമല്ല ആരുടെയും ദാമ്പത്യം പോകുന്നത് എന്നാ. അപ്പോഴത്തേക്കും അവിടെയെല്ലാം ചേർത്ത് പിടിക്കാവുന്ന വിശ്വാസത്തിൻ്റെ ഒരു അള്ളിപ്പിടുത്തമുണ്ട്. ഈ അള്ളിപ്പിടുത്തത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് സാധിക്കുക എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുണ്ട്. ഒരു പക്ഷേ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് പോയി, പൊളിഞ്ഞു, കിട്ടിയിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഇതൊക്കെ വിശ്വാസമായിട്ട് കണക്റ്റാണ്. മനുഷ്യൻ്റെ സമഗ്രമായ എല്ലാ മേഖലയിലും വിശ്വാസമുണ്ട്, വിശ്വാസത്തിന് തലമുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിലും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് പറയാൻ, അതെല്ലാം സിംബോളിക്കാണ്. ദൈവം തരും എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ദൃഢതയുള്ള കപ്പിളായി മാറുക എന്നുള്ളത്, വിശ്വാസ ദൃഢതയുള്ള കപ്പിളായി മാറുക എന്നുള്ളത്. ഇത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല കേട്ടോ, ഇത് ഇവർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. റൈറ്റ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ടെക്നോളജിയുടെ വളർച്ചയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പം ആരുടെയും കുറ്റമല്ല. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസിൽ അല്ലേ, നമ്മളതിനിടയിൽ ഒരു 10 സെക്കൻഡ് ആണെങ്കിൽ പോലും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളുടെ ശ്രദ്ധ ഈ മൊബൈൽ ഫോണിലേക്ക് വല്ലാതെ മാറുന്ന ഒരു കാലമുണ്ട്. മുമ്പുള്ള കാലത്തുള്ളവർക്ക് അത്രയും അവർക്ക് മറ്റ് പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇതൊരു വല്ലാത്ത പ്രലോഭനമാണല്ലോ മൊബൈൽ ഫോൺ. നമ്മുടെ ഓഫീസിൽ നിന്നാണെങ്കിലും വിവരങ്ങളാണെങ്കിലും വാട്സപ്പ് എല്ലായ്പ്പോഴും നമ്മൾ ആൻസറബിൾ ആകുന്ന ഘട്ടം, അല്ലെങ്കിൽ അത് നമ്മളതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയ, അല്ലാതെ തന്നെയുള്ള മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ മീഡിയ, OTT പ്ലാറ്റ്ഫോംസ്. എനിക്ക് തോന്നുന്നു ഈ വിശ്വാസ പ്രതിസന്ധികളുടെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ മാധ്യമങ്ങളുടെ, നവമാധ്യമങ്ങളുടെ ഒരു പരിശീലനമില്ലാത്ത ഉപയോഗം അല്ലേ, നമ്മളെയൊക്കെ ലൈഫിൽ നിന്ന് അത് എടുത്തു പറയാവുന്നതും കൂടെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പല പ്രതിസന്ധികളുടെയും പ്രധാനപ്പെട്ട കാരണം ഒരുമിച്ചിരിക്കാനുള്ള ഈ സമയം ലഭിക്കാത്തത് കൊണ്ടാണ്. ആ സമയം ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ടെക്നോളജി നമ്മുടെ സമയത്തെ ഒരുപാട് കൊല്ലുന്നു എന്നുള്ളതാണ്. പോസ്റ്റ് കോവിഡ് നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് വിശദം. നമ്മുടെ തൊഴിലിടങ്ങള്
നമ്മുടെ വീട്ടകങ്ങളിലേക്ക് വന്നത് പോസ്റ്റ് കോവിഡ് ആണ് ഒരു പരിധി വരെ. കാരണം നമ്മൾ 10 മണിക്ക് ജോലിക്ക് പോയി, അല്ല 9 മണിക്ക് ജോലിക്ക് പോയി 5 മണിക്ക് തിരിച്ചു വരുന്ന ഒരാള് 5 മണിക്ക് ജോലിയുടെ സകല ബാധ്യതകളും അവിടെ ഒഴിവാക്കിയിട്ടല്ല വരുന്നത്. 5 മണി കഴിഞ്ഞിട്ടും ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് 7 മണിക്ക് 8 മണിക്കും ചിലപ്പോൾ റിപ്പോർട്ട് അയക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു വർക്കിംഗ് വുമൺ, എസ്പെഷ്യലി ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് പലയധികം വീടുകളിൽ. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കുട്ടികളുടെ ഹോംവർക്ക് ഉണ്ട്, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, പിറ്റേ ദിവസത്തേക്കുള്ള അല്ലെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്, ഹസ്ബൻഡ് വരുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് ഒരു ഹസ്ബൻഡ് ചിലപ്പോൾ ഇരുന്ന് മൊബൈൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ഈ സ്ത്രീ തലകുത്തി മറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡിനോട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, വലിയ ടെൻഷനോട് കൂടിയായിരിക്കും വന്നിരിക്കുന്നത്. അല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തൊട്ടു നോക്കിയ സമയത്തായിരിക്കും ഈ സ്ത്രീ എന്താ പറയുന്നത് ആ ദേഷ്യം മുഴുവൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ചെറിയൊരു രേഖാചിത്രം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ഈ ജോലിയെയും വീട്ടിലെ ബാധ്യതകളെയും വീട്ടിലെ കാര്യങ്ങളെയും ഒക്കെ തമ്മിൽ വേർതിരിച്ച് കാണാൻ അതുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഫാമിലി ഹു പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് പറയാറുണ്ട്. അതൊരിക്കലും സംഭവിക്കാതെ അത് സംഭവിക്കാത്തൊരു സാഹചര്യം, നമുക്കൊരു ജപമാലയുടെ ഒരു ഡെക്കേഡ് പോലും ഒരുമിച്ച് ചൊല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുന്നു, അവരുടെ ഉറങ്ങാനുള്ള ടൈം ടേബിൾ, ഇതൊക്കെ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇതിനിടയിൽ ഒരു പ്രാർത്ഥനയുടെ നമ്മുടെ രാത്രിയുടെ ദൈർഘ്യം വല്ലാതെ കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നണേ. കാരണം നമ്മളിപ്പോ പലപ്പോഴും ഒരു 10 മണി 11 മണി 12 മണി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതെന്താന്നറിയാം, അപ്പൊ ഇതിനകത്തൊരു ടിക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ആരാ ശ്രദ്ധിക്കുന്നത്, അതാണ് നോമോഫോബിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാഹചര്യം. അപ്പൊ 10:30 കഴിഞ്ഞാൽ ഞാനിത് നോക്കത്തില്ല എന്നൊരു തീരുമാനം ഭാര്യയും ഭർത്താവും എടുക്കുക. എനിക്ക് തോന്നുന്നു മൊബൈൽ ഫ്രീ സോണുകളൊക്കെ നമ്മുടെ വീടുകളിൽ അത്യാവശ്യമാണ്. പലപ്പോഴും ഞാൻ കണ്ട ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 10:30 ആകുമ്പോൾ അച്ഛനും അമ്മയും മക്കളും അവരുടെ ഫോൺ കൊണ്ട് ഒരു കോമൺ പ്ലേസിൽ വെക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള ഒത്തിരി വീടുകളെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലി പ്രേസ് ടുഗദർ എന്ന് പറയുന്ന പോലെ ബോബി അച്ഛനൊക്കെ എപ്പോഴും ഫാമിലി ഹു ഈറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് അച്ഛൻ അതിനെ വേറെ രീതിയിൽ പലപ്പോഴും പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഇടങ്ങൾ പോലും നമുക്ക് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും നമ്മൾ മൊബൈൽ ഫോണിലോ മറ്റ് എന്റർടൈൻമെന്റിൽ നമ്മളാകുന്നു, റീൽസ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഇത് കണ്ട് വളരുന്ന ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കാണുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം നമുക്ക് കൈമാറ്റവും കൂടി, നമ്മുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ഒരപ്പന്റെ അമ്മയുടെയും പ്രതിസന്ധി അല്ലല്ലോ, ഒരു കുടുംബത്തിന്റെ പ്രതിസന്ധിയാണല്ലോ. അവിടെ എനിക്ക് തോന്നുന്നു നല്ല മാതൃകകൾ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാതെ വരുന്നതാണ് അടുത്ത തലമുറ കൂടി നിഷേധാത്മകരായി മാറുന്നതും ഈ ഫെയ്ത്തിൽ നിന്ന് അകന്നു പോകുന്നതും. വൈദികരുടെയും മറ്റുള്ള കുറ്റങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ കുറ്റങ്ങളെന്നല്ല, നമ്മളൊരു വിമർശനത്തിന്റെ കണ്ണോടുകൂടി ഇതിനെ കാണുകയും നന്മകൾ നഷ്ടപ്പെട്ടു പോവുകയും പോസിറ്റീവായ സംവാദങ്ങൾ നടക്കാതെ വരുന്നതൊക്കെ ചെയ്യുന്നതും. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പനും അമ്മയൊക്കെ ഇരുന്ന് അത്തരത്തിലുള്ള നല്ല പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചും കുർബാനയെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്ന ഒരു വേദിയിൽ നിന്നാണല്ലോ നമ്മളൊക്കെ രൂപപ്പെട്ട് ഈ ഘട്ടത്തിൽ ഈ നിലയിൽ അല്ലെങ്കിൽ ഇവിടം വരെ എത്തിയതൊക്കെ അവിടെ നിന്നാണല്ലോ. എന്റെ മനസ്സിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒരു കോട്ട വരുന്നത്, അക്കോട്ട് ഇപ്രകാരമാണ്: ഫാമിലി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്, ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ് ഷുഡ് ടേക്ക് പ്ലേസ് ത്രൂ ഫാമിലി. കാരണം കുടുംബമാണ് വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെയും കാവൽ സൂക്ഷിപ്പുകാരും കൈമാറ്റം ചെയ്യേണ്ടവരും. ഇതാണ് എൻ്റെ. അപ്പം ഈ കൈമാറ്റം നടക്കാതെ പോകുന്നതാണ് പ്രശ്നം. കൈമാറ്റം നടക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വിശ്വാസം സംസാര വിഷയമാകണം. എങ്ങനെ വിശ്വാസത്തിൽ സങ്കീർത്തനം പറയുന്നുണ്ട്, കഴിഞ്ഞ തലമുറകളിൽ എങ്ങനെയാ നയിച്ചത്. ഈ സിറമലബാർ ലിറ്റർജിയിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്: അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. എന്താ കണ്ടിന്യൂറ്റിയാണ്, വിശ്വാസത്തിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് പ്രയർ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിശ്വാസം കൈമാറി കിട്ടിയ അനുഭവങ്ങൾ, കഥകളൊക്കെ ഡൈനിങ് ടേബിളിൽ വിഷയമാകണം. നമ്മുടെ ഡൈനിങ് ടേബിളിൽ വിശ്വാസം സംസാര വിഷയമാണോ എന്ന് ഞാൻ പറയും. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുക എല്ലാ മുറികളിലും, അങ്ങനെ പറയും. നിയമാവർത്തന പുസ്തകം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പം ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറ്റുന്നറിയാം, വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. രണ്ടാമത്, ഇത് സംസാരിച്ച അപ്പനും അമ്മയ്ക്കും ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി വരികയാണ്. പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇനി പിള്ളേർ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ ഇങ്ങനെ വലിയ ഭീകരജീവിയാകാൻ പാടില്ലല്ലോ. അപ്പൊ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെ ഒക്കെ കാര്യമെല്ലാം വിശ്വാസത്തിന്റെ ഫലമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ്
അപ്പൊ അങ്ങനെ കുടുംബങ്ങളിൽ വിശ്വാസം സംസാര വിഷയമാകുമ്പോഴത്തേക്കും ഇത് നമ്മളോട് തന്നെയുള്ള ഒരു കാറ്റഗിസമാണ്. ശരി. അപ്പൊ എന്റെ പ്രശ്നം, നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ദീർഘമായിട്ടുള്ള ഒരു സമ്പാദത്തിനോ ഒന്നും സാധിക്കാത്ത ഒരു ന്യൂ ജനറേഷൻ ജോലി വ്യവസ്ഥിതി കൂടിയുണ്ട്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നൊരു സാഹചര്യം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചില ഫെയ്ത്ത് പ്രാക്ടീസസ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഡിക്കേഡെങ്കിലും നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ രാവിലെ വൈകിട്ട് സമയമില്ലെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടുവരാം, ബൈബിൾ വായന. എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ കപ്പിൾസിന് ഇപ്പം മിസ്സാകുന്ന ഏറ്റവും വലിയ കാര്യം ഈ കുമ്പസാരമാണ്. ഒരുമിച്ച് പോയി കുമ്പസാരിക്കാനും ആ ഒരു കൂദാശയോട് നമ്മൾ എത്രത്തോളം, ഇപ്പൊ ഈ ഒരു ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു അനുരഞ്ജനത്തിന്റെ കൂദാശ നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നു, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്ന എത്രത്തോളം, പള്ളി ഒരുമിച്ച് എത്രത്തോളം പോകുന്നുണ്ട്, എന്തൊക്കെയാണ് എൻ്റെ ചില ഇപ്പോൾ ടീച്ചർ ഒരുപക്ഷെ അതിനകത്ത് നമുക്ക് പ്രായോഗികമായി നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു വിശ്വാസത്തിന്റെ ഒരു ഡ്രൈനെസ് നമ്മുടെ വീടുകളെ കീഴ്പ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ ഫോൺ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, നമുക്കൊന്ന് സ്ട്രക്ചേർഡ് ആയ. ഞാൻ ഒത്തിരി കുടുംബങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ സമയത്ത് വാട്സപ്പ് കോളിലൂടെ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സമയമില്ല. പിന്നെ ഞാൻ ഈ എറണാകുളം പോലുള്ള സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന പ്രഭാതത്തിലാക്കിയ ഒരു കുടുംബത്തെ എനിക്കറിയാം. അവർക്ക് വൈകിട്ട് സമയമില്ല. അവർ രാവിലെ എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർ കുടുംബ പ്രാർത്ഥന നടത്തും. കാരണം വൈകിട്ട് പലരും കയറി വരുന്ന ട്യൂഷന് പോകുന്ന ആള്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന മകൻ, ഇവരെല്ലാവരും കൂടി രാവിലെ പ്രാർത്ഥിക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾ. പക്ഷേ ഞാൻ പറയണത് ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് ഒട്ടനെ പോയി മൊബൈൽ ഫോൺ കയ്യിലെടുക്കും. ഏതാണ്ട് ദൈവം തലേദിവസം എന്നാണ്ട് OTP അയച്ചിട്ടുണ്ടോ എന്നുള്ള മട്ടിലാണ് ഇത് എടുക്കണത്. ഇപ്പൊ ഏതാണ്ട് ഈ അങ്ങനെയുള്ള ചില പ്രാക്ടീസുകൾ മാറ്റി നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഫസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് ടൈം നോക്കാനാണെങ്കിലും മൊബൈൽ ഫോണിനെയാണ് അല്ലേ? അപ്പൊ ഒരു കുരിശ് വരച്ച് വാച്ച് കയ്യിൽ കെട്ടിയുള്ളവർ പോലും ഫോൺ എടുത്ത് കുരിശ് വരച്ചിട്ടാണോ നമ്മൾ എഴുന്നേക്കുന്ന ചോദ്യം ഈ വിശ്വാസ പ്രതിസന്ധിയുടെ ഒക്കെ ഒരു ബേസിക് തിങ് വി ക്യാൻ അഡ്രസ് നോ. പിന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ചില കുടുംബങ്ങളിലെ സങ്കീർത്തനങ്ങൾ ഇവരൊന്നിച്ച് പാടും, പാട്ടായിട്ടോ ഏതെങ്കിലും. ചില വീടുകളിൽ ഈ സങ്കീർത്തനം എപ്പോഴും വീടുകളിൽ പ്രത്യേകിച്ച് മക്കളൊക്കെ പ്ലേ ചെയ്യും. അത് തന്നെ, അത് നമ്മുടെ മീഡിയയിൽ നമ്മുടെ വിശ്വാസം കളയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് വിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, അതായത് ഈ പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടായി വരുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സിംപിളി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പെൻഡ്രൈവിൽ ഈ വചനം ഇങ്ങനെ ഫുൾ ടൈം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് വരികയും അതൊരു വിശ്വാസമായി മാറുകയും ചെയ്യാം. നമ്മൾ ചില ഗ്രിഗോറിയൻ ചാൻഡൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സ്ഥിരം പ്ലേ ചെയ്ത് കിടക്കും. അതൊക്കെ ചില സിമ്പിൾ ടെക്നിക്കുകളാണ്. വിശ്വാസം ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. അത്തരം ചില ഷോർട്ട് വിസിറ്റുകൾ അതൊരു ഒരു കുടുംബം എന്ന നിലയിൽ അവരെ വല്ലാതെ എൻറിച്ച് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഒരു ഓൾഡ് ഏജ് ഹോം, ആതുരാലയങ്ങൾ, പിന്നെ രോഗി സന്ദർശനങ്ങൾ. വിശ്വാസ ജീവിതം സാധ്യമാണ് എന്നതാണ് ഇതിലൂടെയൊക്കെ സംഭവിക്കേണ്ടത്. സാധ്യമാണ്. അപ്പൊ എന്റെ ഒരു തലം കൂടെ പറയാം. ഈ വിശ്വാസത്തിലെ ഈ പ്രതിസന്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവവുമായി അടുപ്പമില്ലായ്മയാണ് നമ്മളെ ഈ വിവാഹമോചനത്തിലേക്കും അല്ലെങ്കിൽ അബോർഷൻ പോലുള്ള മറ്റു പല തിന്മകളിലേക്കും മറ്റു പല ബന്ധങ്ങളിലേക്കും അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്കും അവിശുദ്ധമായ ബന്ധങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പം ഈ ഒരു കണക്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പ്രതിസന്ധികൾ ഇല്ലെന്നൊന്നും അല്ല നമ്മൾ പറയാൻ പറ്റുക, അല്ലെ? പ്രതിസന്ധികൾ എല്ലാവർക്കും തീർച്ചയായും. പക്ഷെ ഇത്തരത്തിലുള്ള നമ്മുടെ പൈശാചികമായ തിന്മകളുടെ പ്രതിസന്ധികൾ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടിയാണല്ലോ അങ്ങ് പറഞ്ഞതിന്റെ പറഞ്ഞതല്ല. അതാണ് വിശ്വാസ ജീവിതം സാധ്യമാണെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഈ മാർഗങ്ങളിലൂടെയൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ രക്ഷിക്കാൻ പറ്റും. നവദമ്പതികളുടെ വിശ്വാസ രൂപവൽക്കരണം എങ്ങനെ ആയിരിക്കണം എന്ന ചിന്തയിലാണ് ഷെക്കീന ഫയർ റൂമിന്റെ ഈ ചർച്ച നമ്മൾ ആരംഭിച്ചത്. യുവ ദമ്പതികളെ കീഴ്പ്പെടുത്തുന്ന പല പ്രതിസന്ധികൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്ന ചെറിയ നുറുങ്ങു വിദ്യകളാണ് ഈ 2 വിശിഷ്ടാതിഥികൾ ഡോക്ടർ കൊച്ചുറാണി ജോസഫും ഡോക്ടർ സെമിച്ചനും നമ്മളോടൊപ്പം സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഈ ചെറിയ നുറുങ്ങു വിദ്യകളിലൂടെ നമ്മളുടെ കുടുംബം കൂടുതൽ വിശുദ്ധമാകട്ടെ, പരിശുദ്ധമാകട്ടെ, നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ വളരട്ടെ, അങ്ങനെ അടുത്ത സമൂഹത്തെ, സഭയെ ചേർത്തു പിടിക്കുന്ന ഒരു നല്ല തിരുക്കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ഷെക്കീന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.